ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എപ്പോഴും നമ്മളൊരു നാർസിസിസ്റ്റിക് അബ്യൂസ് കഴിഞ്ഞിട്ട് പിന്നീട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നാർസിസിസ്റ്റിക് വിക്റ്റിമായിട്ട് ഒരുപാട് നാൾ ജീവിച്ച ശേഷം ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി വന്ന് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും നമുക്ക് മറ്റൊരാളെ ട്രസ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും പിന്നീടുള്ള ലൈഫിൽ. പിന്നെ മറ്റൊരാളെ എപ്പോഴും സംശയം തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അവർ ചിലപ്പോൾ ജെനുവിനായിട്ടുള്ള കാര്യം ഒരു ഇൻറ്റൻഷനിൽ നമ്മൾ സഹായിക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നതായിരിക്കാം. അവർ കൈൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ഓഫർ ചെയ്തേക്കാം, ഹെൽപ്പ് ഓഫർ ചെയ്തേക്കാം. പക്ഷേ അതെടുക്കാൻ അവരെ വിശ്വസിക്കാൻ പറ്റായ്മ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നാർസിസിസ്റ്റിക് വിക്ടിം നേരിടാറുണ്ട്, പലപ്പോഴും ഫേസ് ചെയ്യാറുണ്ട്. വളരെ വലിയ രീതിയിലൊരു മുറിവ് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ ഒരിക്കലും പഴയതുപോലെ ഒരു മനുഷ്യനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഡാമേജ്ഡ് ആയിട്ടുണ്ട്. ഇതിനെ ബിട്രയൽ ട്രോമ എന്നാണ് പറയുന്നത്. ബിട്രയൽ ട്രോമ എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയുടെ ക്ലിനിക്കൽ ടേമാണ്. ബിട്രയൽ ട്രോമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ ജെന്നിഫർ ഫ്രൈഡ് ആണ് ഈ ഒരു ബിട്രയൽ ട്രോമ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ് ഈ ബിട്രയൽ ട്രോമ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും സ്നേഹത്തിന് വേണ്ടിയിട്ടും സർവൈവലിന് വേണ്ടിയിട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു പേഴ്സണിൽ നിന്നും നമുക്ക് ഏൽക്കുന്ന ട്രോമയാണ്. ഈ രീതിയിൽ ആലോചിക്കുക. അതായത് നിങ്ങളെ റാൻഡമായിട്ട് ഒരു സ്ട്രേഞ്ചർ അറ്റാക്ക് ചെയ്യുകയാണ്. നിങ്ങൾ ഒരു സമൂഹത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്തു നിൽക്കുമ്പോൾ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ നിങ്ങളെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മളൊരു അതൊരു ട്രോമയായിട്ടുണ്ടാവും. ഓൾറെഡി ആ അറ്റാക്ക് നമുക്ക് ട്രോമയാവും. അതുപോലെ തന്നെ ഈ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആള് ആ ഒരു അറ്റാക്ക് നമ്മളൊരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലോട്ട് നമ്മൾ പെട്ടെന്ന് പോകും. നമ്മൾ റിയാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് സജ്ജമാവും. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന ട്രോമ പോലെയാണോ നമ്മൾ ലൈഫിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾ, ഫിനാൻഷ്യലിയും ഇമോഷണലിയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾ, ഒരുപക്ഷെ നമ്മുടെ ഒപ്പം ഉറങ്ങുന്ന ഒരാൾ, ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ തന്നെ, നമുക്ക് ഏറ്റവും പ്രൈമറി കെയർ ഗിവർ ആയിട്ട് നിൽക്കേണ്ട ആൾ തന്നെ നമുക്ക് ഏറ്റവും വലിയ ട്രോമ സമ്മാനിച്ചാലോ? നമ്മുടെ ബ്രെയിൻ ഇപ്പോൾ നമുക്ക് ഒരു കുട്ടിയുടെ ബ്രെയിൻ എന്ന് സങ്കല്പിക്കാം. ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പാരന്റിന്റെ കീഴിൽ ഫംഗ്ഷൻ ചെയ്യുന്ന കുട്ടിയുടെ ബ്രെയിനിനാണ് ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ ഏൽക്കുന്നതെങ്കിൽ, ആ ബ്രെയിൻ പിന്നീട് ഈ ആഘാതങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാനും അല്ലെങ്കിൽ അതിന്റെ തീവ്രത കുറച്ച് കാണിച്ചുകൊണ്ടും അല്ലെങ്കിൽ അത് ഡിനൈ ചെയ്തുകൊണ്ട് മുൻപോട്ട് വരാൻ, സർവൈവ് ചെയ്യാനുള്ള രീതിയിലേക്ക് ബ്രെയിൻ പാകപ്പെടും. കാരണം നമുക്ക് എന്തായാലും ഇയാളുടെ കീഴിൽ തന്നെ സർവൈവ് ചെയ്യണമല്ലോ, ഇയാളുടെ കീഴിൽ തന്നെ നമുക്ക് ഫംഗ്ഷൻ ചെയ്യണം, ഇയാളുടെ കീഴിൽ തന്നെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ അയാൾ നൽകുന്ന അബ്യൂസുകൾ പലതും നമ്മുടെ ബ്രെയിൻ കണ്ടില്ല എന്ന് നടിക്കും, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ മറന്നു പോകും. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ ട്രോമ ഇൻഡ്യൂസിങ് ആയിട്ടുള്ള ഇൻസിഡൻസ് നമ്മുടെ അബ്യൂസറിൽ നിന്നും ഉണ്ടാകുമ്പോൾ, പെർപെട്രേറ്ററിൽ നിന്നും ഉണ്ടാകുമ്പോൾ എപ്പോഴും ഇത് ഒരു അക്നോളജ് ചെയ്ത് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ അത് അക്നോളജ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ചാലഞ്ചിങ് ആണ്. കാരണം നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് ഇവരുടെ കൂടെ തന്നെ സർവൈവ് ചെയ്യണം, നമുക്ക് മുമ്പോട്ട് പോകാൻ മറ്റു മാർഗങ്ങളില്ല. അപ്പോൾ എന്നിരുന്നാലും ഇവരുടെ കൂടെ തന്നെ നമുക്ക് പോവേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബ്രെയിനിന് അത് അക്നോളജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു പെയിൻ എനിക്കുണ്ടായി, ഇയാൾ ഉണ്ടാക്കുന്ന ഒരാളാണ് എന്ന് സമ്മതിക്കുക, എന്ന് ആ റിലേഷൻഷിപ്പിൽ ഇരുന്നു കൊണ്ട് അത് സമ്മതിക്കുക എന്ന് പറയുന്നത് ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളത് കൊണ്ടാണ് ബ്രെയിൻ ഇത് സ്കിപ്പ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നത്. ഒരു നാർസിസ്റ്റിന്റെ കീഴിൽ ഒരു സിംഗിൾ ആക്ട് ഓഫ് ബിട്രയൽ ഒന്നും അല്ല. നമുക്കറിയാമല്ലോ, എപ്പോഴും നമുക്ക് ബിട്രയൽ സംഭവിച്ചുകൊണ്ടിരിക്കും അവരുടെ കീഴിൽ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇറോഷൻ പ്രോസസ്സാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത് ഇവരുടെ കീഴിൽ. എങ്ങനെയാണിത് ഒരുപാട് ഡാമേജ് നമ്മുടെ കയ്യിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇതൊരു ഡബിൾ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. എപ്പോഴും നാർസിസ്റ്റിക് അബ്യൂസിന്റെ നാർസിസ്റ്റിന്റെ കീഴിൽ നമ്മൾ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു കോഗ്നിറ്റീവ് ഡിസണൻസിലായിരിക്കും ഉണ്ടാകുക. നമ്മൾ ഒരു കോഗ്നിറ്റീവ് ഡിസണൻസിലായിരിക്കും ജീവിക്കുന്നത്. ഈ കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് വിശ്വസിക്കുക, പരസ്പര വിരുദ്ധമായ രണ്ട് വിശ്വാസങ്ങൾ ഒരേ സമയത്ത് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് നമ്മുടെ തലച്ചോറ് രൂപപ്പെടുന്ന ഒരു അവസ്ഥയാണ് കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്. അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ഇല്യൂഷൻ ഉണ്ടല്ലോ, നാളെ നമുക്ക് ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും, നാളെ നമ്മുടെ റിലേഷൻഷിപ്പിൽ അതുണ്ടാവും ഇതുണ്ടാവും, പിന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇവരുടെ ലവ് ബോംബിങ്, പിന്നെ ഇവർ പബ്ലിക്കിൽ കാണിക്കുന്ന ചാമിങ് ആയിട്ടുള്ള പബ്ലിക് പേഴ്സൺ, അവർ കാണിക്കുന്ന അവരുടെ പേഴ്സണാലിറ്റിയും ഈ ആക്ഷൻസും, ഇതൊക്കെ കണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയും, അതിനൊപ്പം തന്നെ നമ്മുടെ റിയാലിറ്റിയിൽ അവരുമായിട്ടുള്ള നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന തീവ്രമായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള അബ്യൂസസും ഗ്യാസ് ലൈറ്റിങ്ങും അവരുടെ റേജും സൈലന്റ് ട്രീറ്റ്മെന്റുകളും, ഇതെല്ലാം
വളരെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് ഡിസണൻസ് ആയിരിക്കും നമ്മുടെ തലച്ചോറിൽ നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഡിസ്ട്രോയ്സ് ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്, എന്നാൽ വളരെ കീ ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു നാർസിസിസ്റ്റിക് വിക്ടിം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. കാരണം നമ്മളെന്ന് പറയുന്നത് ഒരു നാർസിസ്റ്റിൻ്റെ ഈ ഒരു അബ്യൂസ് എന്ന് പറയുന്നത് ഈ നിരന്തരമുള്ള അവർ നമ്മളിൽ ചെലുത്തുന്ന ഈ കാര്യങ്ങളെല്ലാം, ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നമ്മളിൽ ഉണ്ടാക്കുന്നത് അവരോടുള്ളൊരു ട്രസ്റ്റ് ഇഷ്യൂ മാത്രമായിരിക്കില്ല, മറ്റുള്ളവരോടുള്ള ട്രസ്റ്റ് ഇഷ്യൂ മാത്രമല്ല. അവരുടെ പ്രൈമറി ടൂളായ ഗ്യാസ് ലൈറ്റിംഗ്, നമുക്കെതിരെ ഉപയോഗിക്കുന്ന ഗ്യാസ് ലൈറ്റിംഗ് നമുക്ക് നമ്മളിലുള്ള ട്രസ്റ്റ് ഇല്ലാതാക്കുമെന്നുള്ളതാണ്. നമ്മൾ നമ്മളുടെ ഇന്നർ ചൈൽഡിനെ ഒറ്റപ്പെടുത്തും, നമ്മൾ നമ്മളുടെ ഇന്നർ ചൈൽഡിനെ കുറ്റപ്പെടുത്തും, നമ്മൾ നമ്മളുടെ ഇന്നർ ചൈൽഡിനെ ഐസൊലേറ്റ് ചെയ്യും. നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നാർസിസിസ്റ്റ് നിരന്തരം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ അവരെ ഒരു കൈയോടെ പിടിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഒരു സ്വഭാവം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അത് സംഭവിച്ചിട്ടേ ഇല്ല എന്ന് നിങ്ങളിൽ ധരിപ്പിക്കുക. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കുന്നതാണെന്ന് നിങ്ങളിൽ എപ്പോഴും നിങ്ങളെ പറഞ്ഞ് ആ രീതിയിൽ ഫീൽ ചെയ്യിപ്പിക്കുക. പിന്നെ നിരന്തരം നിങ്ങൾ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്നും വളരെ സെൻസിറ്റീവ് ആണ് നീ, നിനക്കൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ഉള്ളിലെ ഗട്ട് ഫീലിങ്ങിലുള്ള വിശ്വാസം ഇവർ ഇല്ലാതാക്കും. നമ്മുടെ ഇൻഡ്യൂഷൻസിനെ വിശ്വസിക്കാനുള്ള നമ്മുടെ ആ ഒരു കഴിവിനെ ഇവർ നശിപ്പിക്കും. നമ്മുടെ ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത്, നമ്മുടെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ. എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യം കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന നമ്മുടെ ആ സെക്യൂരിറ്റി സിസ്റ്റം അതിനെ തെറ്റാണ് അത് തെറ്റാണ്, നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്, നമുക്കെന്തോ കുഴപ്പമുണ്ട്, നമ്മൾ കുഴപ്പമുള്ളവരാണെന്ന് നിരന്തരം വരുത്തി തീർത്തി ചെയ്യുന്നവരാണ് ഇവരുടെ ഗ്യാസ് ലൈറ്റിംഗ് ട്രിക്ക് എന്ന് പറയുന്നത്. അതിൽ വീണ് അതിന് പരുവപ്പെട്ട് നമ്മളെ നമ്മുടെ ഇന്റേണൽ സിസ്റ്റത്തിനെ നമ്മുടെ ഇൻഡ്യൂഷനൊക്കെ തെറ്റാണ് എന്ന് നമ്മൾ തന്നെ പറഞ്ഞ് ഫിൽട്രിപ്പ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡിനെ നമ്മൾ തന്നെ അബാൻഡൺ ചെയ്യുന്നതാണ്, ഒറ്റപ്പെടുത്തുന്നതാണ് ഒരു മനുഷ്യന് സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ബിട്രയൽ, ഏറ്റവും വലിയ വേദന. അത് ഒരു നാർസിസിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. പ്രത്യേകം ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത് നിങ്ങളുടെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതേ അല്ല, ഇത് അവർ നിങ്ങളിൽ ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെയും കൂടി സെൽഫ് ബ്ലെയിം കൂടെ നമ്മളിൽ ചെലുത്തുന്ന രീതിയിലേക്ക് അവർ നമ്മളെ ആക്കിയെടുക്കും. ഇനി ഇത് എങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള 4 പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിൽ ബിട്രയൽ ട്രോമ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ്സ് ദയവ് ചെയ്ത് കേൾക്കുക. കാരണം ഈ ബിട്രയൽ ട്രോമ എന്ന് പറയുന്നത് ഹീൽ ചെയ്ത് വരുന്നത് കംപ്ലീറ്റ്ലി പോസിബിൾ ആണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഈ ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങളുടെ ഒരു കുറവല്ലെന്നും അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു ടൂളാണെന്നും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ബ്രെയിൻ ഒരു കോഷ്യസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. ഇപ്പൊ എല്ലാവരെയും നമ്മൾ കൃത്യമായിട്ടൊന്ന് സ്റ്റഡി ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് ട്രസ്റ്റ് ചെയ്യാൻ എപ്പോഴും നമുക്കൊരു ഹെസിറ്റേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കുറവല്ല. അത് ആര് നിങ്ങളുടെ കുറവെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. അത് നിങ്ങളുടെ ബ്രെയിൻ വീണ്ടും ആക്റ്റീവായിട്ട്, നിങ്ങളുടെ ബ്രെയിനിലെ സെക്യൂരിറ്റി സിസ്റ്റം വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ തിരിച്ചു വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഒരു സൈനാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ പോയിന്റ്. ഇത് നമ്മുടെ ഉള്ളിലെ സെൽഫ് ടോക്കിൽ നമ്മൾ എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് എനിക്ക് എക്സലന്റ് ആയിട്ടുള്ള ത്രെഡ് ഡിറ്റക്ഷൻ സ്കിൽസ് ഉണ്ട് ഇപ്പോൾ എന്ന് തിരുത്തി പറയുക. നമുക്കത് എടുത്ത് കളയുക എന്നുള്ളതല്ല, അതുകൊണ്ട് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം, അതുകൊണ്ട് എങ്ങനെ നമുക്ക് ഉപകാരപ്പെടുത്താം, അതിനെ കൃത്യമായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു ടൂളായിട്ട്, സൂപ്പർ പവർ ടൂളായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളിപ്പോൾ ഓൾറെഡി തന്നെ ഒരു ലൈ ഡിറ്റക്ടർ എന്നുള്ള രീതിയിലായിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് കള്ളത്തരം പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പുതിയ നാർസിസിസ്റ്റിക് അബ്യൂസ് ഉള്ളവർ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ടോക്സിക് ആയിട്ടുള്ള സയൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ചൂണ്ടിക്കാണിച്ച് മെസ്സേജ് ചെയ്യുന്ന പുതിയ ആൾക്കാരെ, ഓൾറെഡി വിക്ടിംസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരെ നിന്ന് മാറി വന്നവർ അങ്ങോട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് റെഡ് ഫ്ലാഗ്സ് സ്പോട്ട് ചെയ്യാൻ പറ്റും ആൾക്കാരിൽ, പെട്ടെന്ന് ഇൻകൺസിസ്റ്റൻസീസ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഹീലിംഗ് സ്റ്റാർട്ട് വിത്ത് റീബിൽഡിംഗ് ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ് ഫസ്റ്റ് എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡിനെ, നമ്മുടെ ഉള്ളിലെ നമ്മളെ ട്രസ്റ്റ് ചെയ്യുക, വീണ്ടും വിശ്വസിച്ച് വീണ്ടും തിരിച്ചു വരിക. ആദ്യം നമ്മൾ മറ്റൊരാളെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് വിട്ടിട്ട് ഏറ്റവും ആദ്യം നമ്മളിവിടെ ഫിക്സ് ചെയ്യേണ്ടത് നമ്മളിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കുകയും നമ്മളിൽ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ബേസിക് ഫൗണ്ടേഷൻ തന്നെ തകർന്നു കിടക്കുകയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ ആദ്യം നേരെയാക്കിയിട്ടല്ലേ പിന്നെ നമുക്ക് മറ്റൊരു റിലേഷൻഷിപ്പുകളെ പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിനെ ആദ്യം വളരെ സ്മാളായിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ നമ്മുടെ ഫീലിങ്സിനെ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം. ആ ഒരു കാര്യം
ചെയ്തു നോക്കുക. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഗ്രീഫ് വരുമ്പോൾ, നിങ്ങൾക്ക് സാഡ്നെസ് വരുമ്പോൾ, നിങ്ങൾ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസന്റ് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലെ കാര്യം ആലോചിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ പാസ്റ്റിലെ കാര്യം ആലോചിച്ചിട്ടായിരിക്കാം ഇപ്പോൾ ഈ വിഷമം വരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് വരുന്ന ഈ വിഷമം അത് നോർമലാണ്, അത് ഓക്കെയാണ് എന്ന് നമ്മൾ തന്നെ പറയുക. നമ്മൾ പറയുകയോ മെന്റൽ നോട്ട് എടുക്കുകയോ നമ്മൾ എഴുതിയിടുകയോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ പെർസെപ്ഷൻ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ ഗട്ട് ഫീലിങ്ങിലെ വിശ്വാസം തിരിച്ചെടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം, ഒരു വ്യക്തിയിലെ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്, അല്ലെങ്കിൽ അവരെ ഒരു സഹായം ചെയ്യുന്നു, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങൾ നമ്പർ തന്നിട്ട് ഇനി എന്നെ വിളിക്കുക, എന്നോട് സംസാരിക്കൂ എന്ന് പറയുന്നു, നിങ്ങൾക്ക് സംസാരിക്കാനായി തോന്നുന്നില്ല, നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുകയാണ് വേണ്ട, ഇയാളോട് ഇപ്പോൾ സംസാരിക്കേണ്ട എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ എക്സ്റ്റേണൽ വാലിഡേഷൻ നോക്കേണ്ട കാര്യമില്ല, ബാക്കിയുള്ളവരുടെ അഭിപ്രായം ആ സമയത്ത് കേൾക്കേണ്ട കാര്യമില്ല, അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആ സമയത്ത് ആവശ്യമില്ല. നമ്മുടെ ഗട്ട് ഫീലിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുക, ഈസിലി ട്രസ്റ്റ് ചെയ്യുക, അത് എന്തായിക്കോട്ടെ. കാരണം ഇപ്പോൾ അങ്ങനെ വിശ്വസിച്ചാലും പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം നമുക്ക്. ഇപ്പോൾ നമുക്ക് ആ നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം നമ്മുടെ ഗട്ട് ഫീലിങ്ങിലെ, നമ്മുടെ ഇൻഡ്യൂഷനെ വീണ്ടും ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ വിശ്വസിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെന്ന് ഫീൽ ചെയ്യുന്ന പല കാര്യങ്ങൾ പോലും, അതായത് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് തീരുമാനിച്ചു, നമ്മളൊരു 5 മിനിറ്റ് നടക്കാൻ പോകാനായിട്ട് തീരുമാനിച്ചു, ഇന്ന് നമ്മൾ ഈ വ്യക്തിയോട് ഇത്രയും സംസാരിക്കൂ എന്ന് നമ്മൾ തീരുമാനിച്ചു. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇത് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ആണ് തോന്നുന്നത്. ഇങ്ങനെ നിങ്ങൾ തീരുമാനിച്ചിട്ട് ഈ കാര്യം ചെയ്യുമ്പോൾ ആ ഉണ്ടാകുന്ന ഒരു ബലമുണ്ടല്ലോ, അപ്പം നിങ്ങൾ ഡിറ്റർമിൻഡ് ആയിട്ട് ഈ ഒരു കാര്യം ചെയ്തു. നിങ്ങൾ 5 മിനിറ്റ് നടക്കാൻ പോയി, നിങ്ങൾ ഡിറ്റർമിൻഡ് ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, നിങ്ങൾ ഡിറ്റർമിൻഡ് ആയിട്ട് അവരോട് ഇത്രേ സംസാരിക്കുള്ളൂ എന്ന് തീരുമാനിച്ചു, അത് അതുപോലെ ചെയ്തു. ഇതേ ബലം തന്നെയാണ് നിങ്ങൾ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ലൈഫിൽ മുമ്പോട്ട് പോകുമ്പോഴും അവിടെ നമ്മുടെ ബ്രെയിൻ ഇതേ ബലം തന്നെയാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ബിട്രയൽ ബ്ലൈൻഡ്നെസ് എന്നുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ നാർസിസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ചിട്ടുള്ളവർ നമ്മുടെ വീഡിയോസിലൊക്കെ പറയുന്നത്, എന്നോടും പറയാറുള്ള ഒരു കാര്യമാണ്, ഞാൻ എന്തുകൊണ്ട് നേരത്തെ കണ്ടില്ല, ഞാൻ എത്രയ്ക്ക് മണ്ടിയായിരുന്നോ, എനിക്ക് അത്രയ്ക്ക് ഞാൻ പൊട്ടബുദ്ധിയായിരുന്നോ. എപ്പോഴും നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വേറെ മാർഗങ്ങളില്ല, നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് വേറെ വഴിയില്ല. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള അബ്യൂസ് ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലുള്ള റെഡ് ഫ്ലാഗ്സ് ഉണ്ടാകുമ്പോൾ നമ്മളിൽ ഒരു ബിട്രയൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ സംഭവിക്കുന്നുണ്ട്. നമ്മളത് കണ്ടില്ല എന്ന് നടിക്കും നമ്മുടെ ബ്രെയിൻ അത് ഒരു പ്രശ്നമാക്കാത്ത രീതിയിൽ അവിടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും, ഈവൻ ദോ അത് വളരെയധികം നമ്മളെ തകർത്തിട്ടുണ്ട് എങ്കിൽ പോലും. ഇത് എന്ന് പറയുന്ന ഒരു സർവൈവൽ മെക്കാനിസം ആയിട്ട് നമ്മൾ സംഭവിക്കുന്ന കാര്യമാണ്. കാരണം ആ സമയത്ത് നമുക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വേറൊരാളില്ല. അവിടെ ആ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രൈമറി കെയർ ഗീവർ ആയിട്ടുള്ള ആളാണ് ഈ നാർസിസിസ്റ്റ്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്, നമ്മുടെ ബ്രെയിനിന് അവിടെ അയാളൊരു പ്രശ്നമാണെന്നും ഇയാൾ കാരണം ഞാൻ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും എന്നുള്ള കാര്യം അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സൈക്കോളജിക്കലി വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്. അതുകൊണ്ടാണ് ഈ ബിട്രയൽ ബ്ലൈൻഡ്നെസ് നമ്മൾ സംഭവിക്കുന്നതും അതുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരുന്നതും. ഇതൊരിക്കലും ഇതിൻ്റെ ഒന്നും റിമോട്ട് നമ്മുടെ കയ്യിലല്ല. പിന്നെ എന്തിനാണ് നമ്മളിത് സെൽഫ് ബ്ലെയിം ചെയ്യുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിമിങ് യുവർ സെൽഫ്, ഇൻസ്റ്റെഡ് ഓഫ് നമ്മളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം താങ്ക് ചെയ്യുക നിങ്ങളുടെ ബ്രെയിനിന്. നിങ്ങളുടെ ബ്രെയിൻ ആ സമയത്ത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ്, ആ രീതിയിൽ മുമ്പോട്ട് പോയതുകൊണ്ടാണ് നിങ്ങൾ സേഫ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ അയാളുടെ ഉപദ്രവത്തിന് നിങ്ങൾ വിധേയരായനെ, അല്ലെങ്കിൽ കൂടുതൽ ഡാമേജിലേക്ക് നിങ്ങൾ പോയേനെ. ആ സമയത്ത് അത് മനസ്സിലാക്കി നിങ്ങൾ ഡയറക്റ്റ് ഒരു എതിർക്കൽ നടത്തിയിരുന്നെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അവിടെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സേഫ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരുവിധമൊക്കെ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, താങ്ക് യുവർ ബ്രെയിൻ ഫോർ ദാറ്റ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇനി ഭാവിയിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ വഴി മാത്രം ഏൺ ചെയ്യേണ്ടതാണ് എൻ്റെ ജീവിതത്തിൽ വരുന്ന മനുഷ്യർ എന്നുള്ളത് അങ്ങ് തീരുമാനിക്കുക എന്നുള്ളതാണ്. നമ്മൾ വിശ്വാസവും കൈൻഡ്നെസ്സും ചുമ്മാ കൊടുത്തിരുന്നവരാണ്. ചുമ്മാ ആൾക്കാരെ പീപ്പിൾ പ്ലേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൈൻഡായിട്ട് അങ്ങനെ കണ്ടീഷൻ ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അങ്ങനെ കണ്ടീഷൻ ചെയ്ത് നമ്മൾ വന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള മനുഷ്യർ എപ്പോഴും ആ തരത്തിൽ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ പലർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവോൾവ് ആയി. ഇനി നമ്മൾ ഡിസേർവ് ചെയ്യുന്നവർക്കേ കൊടുക്കുകയുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ സ്നേഹവും നമ്മുടെ കരുതലും നമ്മുടെ സമയവും ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് ജീവിതത്തിൽ ആക്ഷൻസിലൂടെ ഞാൻ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്, പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി ജീവിക്കുന്ന ഒരാളാണ്, അങ്ങനെ പ്രൂവ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രം, എവിഡൻസിന്റെ ബേസിസിൽ മാത്രം കൊടുത്താൽ മതി. പുതിയ കണക്ഷൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ പ്രൂവ് ചെയ്യിക്കുക. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ പ്രൂവ് ചെയ്യണം നമ്മളോട്, അവരുടെ ആക്ഷൻസിലൂടെ അവർ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന്.
അങ്ങനെയുള്ള ആൾക്കാരെ സ്വന്തം ആക്ഷൻസിൽ കാണണം. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ, അവരുടെ വാക്കുകളിലൊന്നും ഇനി നമുക്ക് വാക്കുകൾ നമ്മൾ ഇനി ഒരിക്കലും വിശ്വസിക്കില്ല. ആക്ഷൻസ് ആണ് നമുക്ക് കാണേണ്ടത്. നിരന്തരമായിട്ട് അവരുടെ ലൈഫിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ ആക്ഷൻസിലൂടെ അവരുടെ ജെന്യുവിനിറ്റി അവർ കാണിക്കുന്നുണ്ടോ, അവർ ജെന്യുവൻ ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്ന് ഒബ്സർവ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള കണക്ഷൻസ് ഇനി നമ്മുടെ ലൈഫിൽ ബിൽഡ് ചെയ്തുകൊണ്ട് വരേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ മുമ്പോട്ട് പോവുക. കാരണം അത് സാധ്യമാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. മാക്സിമം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ഫാമിലിയുടെ ഭാഗമാകുക. നമുക്കിനി നല്ല വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. വളരെ ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസ്, വിക്ടിംസിന് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസ് ചാനലിൽ ഞാൻ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസിനായി കാത്തിരിക്കുക. ഇതൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും